നമ്മൾ ഡെയിലി ചായ കുടിക്കുന്നവരല്ലേ? എന്നാൽ ഈ ചായ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇന്ത്യയിലല്ല കേട്ടോ, ചൈനയിലാണ് ആദ്യമായിട്ട് ചായയുടെ തുടക്കം. അവിടുത്തെ രാജാവിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ എപ്പോഴും വെള്ളം തിളപ്പിച്ച് മാത്രമേ കുടിക്കുകയുള്ളായിരുന്നു. അങ്ങനെ ഒരു ദിവസം കൊട്ടാരത്തിന് മുമ്പിൽ വെച്ച് വെള്ളം തിളപ്പിക്കുന്നതിനിടയ്ക്ക് ഒരു ഇല പറന്ന് അതിലേക്ക് വീണു. അന്നേരം അദ്ദേഹം അതിൽ വന്ന് നോക്കിയപ്പോൾ പെട്ടെന്ന് അതിൻ്റെ കളറൊക്കെ മാറി നല്ല പ്രത്യേക ഒരു മണമൊക്കെ വരാൻ തുടങ്ങി. ആ കൗതുകത്തിൻ്റെ പുറത്ത് പുള്ളിക്കാരൻ ആ വെള്ളം എടുത്ത് കുടിച്ചു. അപ്പോൾ അപ്പോൾ പുള്ളിക്കുണ്ടായ ഒരു ഉന്മേഷവും രുചിയുമാണ് ലോകത്തിലെ ആദ്യത്തെ ചായയ്ക്ക് തുടക്കം കുറിച്ചത്. ഇപ്പം നിങ്ങൾ ഓർക്കും തേയിലയ്ക്കകത്തുനിന്ന് എങ്ങനെയാണ് ഇല പറന്നു വീഴുന്നതെന്ന്. എന്നാൽ നമ്മളിപ്പോൾ കാണുന്ന കൂട്ട് ചെറിയ ചെടിയായിട്ടല്ല തേയില വളർന്നു വന്നിരുന്നത്. പണ്ടത്തെ കാലത്ത് 30-40 അടി ഉയരമുള്ള മരങ്ങളായിട്ടായിരുന്നു തേയില ഉണ്ടായിരുന്നത്. അതായത് സാധാരണ പോലെ നമ്മൾ തേയിലയെ വളർത്താൻ വിടുവാണെങ്കിൽ അത് വലിയ മരം പോലെ വളരുന്ന ഒന്നായിരുന്നു. അവർ തേയിലയെ ചായ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ തേയില അറിയപ്പെട്ടുകൊണ്ടിരുന്നതും ചായ എന്നായിരുന്നു. നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ നമ്മൾ അതിനെ കുറച്ചുകൂടി ലളിതമാക്കി ചായ എന്ന് വിളിക്കാൻ തുടങ്ങി. ഹിന്ദിക്കാരാവട്ടെ ചായയ്ക്ക് ചായ എന്ന് പറയാൻ തുടങ്ങി. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.